ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കരുണയും സൗഖ്യവും എൻ്റെ മേൽ വന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. എന്നോട് കൂടിയായിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ബന്ധുജനങ്ങളെയും സുഹൃത്ത് വലയങ്ങളെയും എല്ലാം ഈശോയെ നിന്റെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ലോർഡ്. കൊളോസ്സസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതിയുള്ള പീഡകളിൽ ക്രിസ്തുവിൻ സഹിച്ച പീഡകളിലെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. പ്രൈസ് ലോർഡ്. ആണ് പറഞ്ഞു നോക്കുക. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതിയുള്ള ക്രിസ്തുവിൻ്റെ പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾക്കറിയാം, വിജയസഭയുണ്ട്, സഹനസഭയുണ്ട്, സമരസഭയുണ്ട്. അപ്പോൾ സ്വർഗത്തിലായിരിക്കുന്നവരാണ് വിജയസഭ. സഹനസഭ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിലായിരിക്കുന്ന ആത്മാക്കളെ ഉദ്ദേശിച്ചാണ് പറയുക. സമരസഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തിന്മയോട് പോരാടി ദൈവത്തിന് മക്കളായി തീരുവാനുള്ള പരിശ്രമം, ഉത്സാഹം, തീഷ്ണത, അങ്ങനെയുള്ള മക്കളെ ഉദ്ദേശിച്ചാണ് പറയുക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ തിന്മയോടാണ് സമരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സമരസഭ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ സഭയുടെ തൻ്റെ ശരീരമാകുന്ന സഭ, അപ്പോൾ ഈശോയുടെ ശരീരമാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ 4 ശരീരത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഈശോ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ജനിക്കുന്നത് ശരീരത്തോടു കൂടി പച്ച മനുഷ്യനെ പോലെ, നമ്മളെപ്പോലെ തന്നെ അവൻ ജനിച്ചു. ഈശോയുടെ ജനനവും അതുപോലെ തുടർന്ന് നമ്മൾ കാണുന്നത് ഈശോയുടെ ബാല്യകാല ജീവിതവും, ദേവാലയത്തിൽ വെച്ച് തർക്കിക്കുന്നതും, അനേക രോഗികളെയും മാനസികമായ വ്യഥയുള്ളവരെയും സുഖപ്പെടുത്തുന്നതും, അനേർക്കും എല്ലാമായി തീരുന്നതും, അവസാനം താൻ പീഡിപ്പിക്കപ്പെടുന്നതും, കുരിശുമരണത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ ബലിയർപ്പണവും, തുടർന്ന് ഗാൽത്താമലയുടെ പെരുമാറി കുരിശിൽ തൻ്റെ ജീവൻ ത്യജിക്കുന്നതും, ദാനം ചെയ്യുന്നതും, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതും, സ്വർഗത്തിലേക്ക് എഴുന്നള്ളുന്നതുമെല്ലാം നമ്മൾ കാണപ്പെടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു വെച്ചത് നമ്മൾ സഭയാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. മറ്റൊന്ന് ഈശോയുടെ റിയൽ ബോഡി, പച്ചയായ മനുഷ്യൻ, നമ്മളെപ്പോലെ തന്നെ, മനുഷ്യനെ പോലെ തന്നെ കാണപ്പെട്ടു. പാവമൊഴികെ അവൻ എല്ലാം മനുഷ്യനെ പോലെയായിരുന്നു. രണ്ടാം നമ്മൾ കാണുന്നത് ഈശോയുടെ രൂപാന്തരപ്പെട്ട ശരീരമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും കതകടച്ചിരിക്കെ അവരുടെ മധ്യയെ ഈശോ കടന്നു വരുന്നു. അപ്പോൾ രൂപാന്തരപ്പെട്ട ശരീരം എന്ന് പറയുമ്പോൾ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് രൂപവും സ്വീകരിച്ച് കടന്നു വരാൻ സാധിക്കും. ഇതാണ് ഈശോ കതകടച്ചിരിക്കെ അവരുടെ മധ്യേ കടന്നു വന്നത്. ഈശോ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആണിപ്പഴുത്തുകൾ കാണുക. തോമാശ്ലീഹയോട് പറഞ്ഞു, എൻ്റെ ആണിപ്പഴുത്തുകൾ കാണുക, നിന്റെ വിരലുകൾ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കരം എൻ്റെ പാർശ്വത്തിൽ വെക്കുക. മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഈശോ ഉദാശപരമായി നമ്മൾക്ക് ഇറങ്ങി വരുന്നത് അപ്പവും വീഞ്ഞിലൂടെയും ഈശോ കടന്നു വരികയാണ്.
അതും ഈശോയുടെ ശരീരമാണ്. ഇത് നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുവിൻ, നിങ്ങളിതിൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ കുദാശ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ശരീര രക്തം നമ്മൾ സ്വീകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മറ്റൊന്നാണ് നമ്മുടെ മൗതിക ശരീരം എന്ന് പറയുന്നത്. അത് സഭയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇതാണ് വിശുദ്ധ ബലിയിൽ ഈശോയുടെ ശരീരം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും അതിൽ സജീവമായി പങ്കാളികളാകണം. ജനനം മുതൽ മരണവും ഉത്ഥാനവും ആത്മാവിൻ്റെ പ്രവാഹവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അത് അനുസ്മരിക്കുകയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്, ഈശോയുടെ ഒപ്പമായിരുന്നുകൊണ്ട് ബലിയിൽ പങ്കുചേരുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. ഞാനും നിങ്ങളും എല്ലാം ഈശോയുടെ ശരീരമാണ്. ഈ ബോധ്യം നമ്മൾ നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറി വരുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ സഭയുടെ പീഡനങ്ങൾ, സഭയ്ക്ക് ഏൽക്കേണ്ട പീഡനങ്ങൾ ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നികത്തി, അതിന് കുറവ് എന്നിലൂടെ ഞാൻ നികത്തപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ സഹനം ഈശോ ഏറ്റെടുക്കുന്നത് എൻ്റെ ശരീരത്തിലൂടെയാണ് എന്നൊരു തിരിച്ചറിവുണ്ടാകട്ടെ. അതാണ് പൗലോസ് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ ശരീരത്തിലൂടെ അനേകർക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഞാൻ അവിടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പീഡകളിൽ ഞാൻ പങ്കാളിയാവുകയാണ്. ക്രിസ്തു സഹിക്കേണ്ടതാണ്, ക്രിസ്തു സഹിക്കുകയാണ്. ഇന്ന് എൻ്റെ ശരീരം ഈശോ ആവശ്യപ്പെടുകയാണ്, ഞാൻ ഇന്ന് സഹിക്കുകയാണ്. അത് യേശു ക്രിസ്തുവിന് പ്രതിയാണ്. പ്രൈസ് ലോർഡ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ആഴമായ ബോധ്യങ്ങൾ ലഭിക്കുവാനും വിശുദ്ധ കുർബാന അനുദിനം അർപ്പിക്കപ്പെടുവാനും നാഥ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും നീ സുഖപ്പെടുത്തണമേ. പരിശുദ്ധമേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരസ്ഥാനിൽ എപ്പോഴും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.